പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി വളരെ വിശേഷപ്പെട്ടതാണ്. പൗഷപുത്രദ ഏകാദശി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ദിവസം ശ്രീഹരി വിഷ്ണുവിനെ യഥാവിധി പൂജിക്കുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്താൽ ഒരു വ്യക്തിക്ക് എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം. ആയിരക്കണക്കിന് യാഗങ്ങൾ ചെയ്തതിന് തുല്യമായ ഫലം ഇതിലൂടെ ലഭിക്കും. ഇതോടൊപ്പം വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ സന്താനങ്ങളെയും സംരക്ഷിക്കുന്നു. പൗഷപുത്രദ ഏകാദശിയുടെ പ്രാധാന്യം പുരാണങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം. ഇതോടെ വ്യക്തിയുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ വ്രതം നോൽക്കുന്നത് പ്രയോജനകരമാണ്. ഇതോടൊപ്പം ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ശ്രീഹരിയെ ആരാധിക്കുകയും ചെയ്താൽ മരണാനന്തര മോക്ഷവും നിങ്ങൾക്ക് ലഭിക്കും. പൗഷപുത്രദ ഏകാദശിയിൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കണം എന്നാണ് വിശ്വാസം. ഈ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ചാണ് ഉപവസിക്കുന്നതെങ്കിൽ ഈ വ്രതാനുഷ്ഠാനം എടുത്ത് രണ്ടുപേരും ഒരുമിച്ച് ആരാധന നടത്തുക. ദിവസം മുഴുവൻ വ്രതം അനുഷ്ഠിക്കുകയും പഴങ്ങൾ കഴിക്കുകയും ചെയ്യുക. ഈ ദിവസം മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ഒരുമിച്ച് ആരാധിക്കുക. വിഷ്ണുവിന് ചന്ദന തിലകം പുരട്ടുക, ലക്ഷ്മി ദേവിക്ക് കുങ്കുമ തിലകം പുരട്ടുക. ഈ ദിവസം ഏകാദശി വ്രതത്തിൻ്റെ കഥ വായിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഫലദായകമായി കണക്കാക്കപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ ചിത്രത്തിനു മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുക. ആരാധനയ്ക്ക് ശേഷം ആരതി നടത്തുകയും നിവേദ്യം സമർപ്പിക്കുകയും ചെയ്യുക. വിഷ്ണു ഭഗവാനെ നിവേദ്യം അർപ്പിക്കുമ്പോൾ അതിൽ തുളസീദളവും ഉണ്ടായിരിക്കണം. ആരാധനയ്ക്ക് ശേഷം കുടുംബാംഗങ്ങൾക്കും നിവേദ്യം നൽകുക. ഇന്നേ ദിവസം സന്താനഗോപാല മന്ത്രം 5 തവണ തുളസി ജപമാലയിട്ട് ജപിക്കണം. ഒരു കുട്ടി ജനിക്കുന്നതിന് ഈ പ്രതിവിധികൾ പ്രയോജനകരമാണ്. പുത്രദ ഏകാദശി നാളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വീട്ടിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് ഊർജത്തെ നശിപ്പിക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. മഹാവിഷ്ണുവിന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് മാല ചാർത്തണം. ശ്രീഹരിയുടെ നെറ്റിയിൽ ചന്ദന തിലകം പുരട്ടുന്നത് വിശേഷാൽ ഗുണകരമാണ്. ഇത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം നൽകും. വേദങ്ങൾ പ്രകാരം 24 ഏകാദശികളിലും അരി ആഹാരം കഴിക്കുന്നത് നിഷിദ്ധമായി കണക്കാക്കപ്പെടുന്നു. ഏകാദശി നാളിൽ ചോറ് കഴിക്കുന്നതിലൂടെ നിങ്ങൾ അടുത്ത ജന്മം ഇഴജന്തുവായി ജനിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ ഈ ദിവസം അബദ്ധത്തിൽ പോലും ചോറ് കഴിക്കരുത്. ഏകാദശി വ്രതം മഹാവിഷ്ണുവിനോടുള്ള ആരാധനയും ഭക്തിയും കാണിക്കുന്നു. ഏകാദശി നാളിൽ ഭക്ഷണത്തിലും പെരുമാറ്റത്തിലും സംയമനവും സത്യസന്ധതയും പാലിക്കണം. ഏകാദശി നാളിൽ ഭാര്യയും ഭർത്താവും സംയമനത്തോടെ ബ്രഹ്മചര്യം പാലിക്കണം. ഏകാദശിയുടെ ഗുണം ലഭിക്കാൻ ഈ ദിവസം പരുഷമായ വാക്കുകൾ പറയരുത്. വഴക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഏകാദശി ദിനം അതിരാവിലെ എഴുന്നേൽക്കണം. വൈകുന്നേരം ഉറങ്ങരുത്. ഇത് കൂടാതെ ഈ ദിവസം നിങ്ങൾ ദേഷ്യപ്പെടുകയോ കള്ളം പറയുകയോ ചെയ്യരുത്. ഏകാദശി നാളിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. കഴിയുമെങ്കിൽ ഏകാദശി വ്രത നാളിൽ ഗംഗയിൽ സ്നാനം ചെയ്യുന്നത് വളരെ ഐശ്വര്യമാണ്. വിവാഹ തടസ്സം നീങ്ങാനായി ഏകാദശി ദിനത്തിൽ കുങ്കുമമോ വാഴപ്പഴമോ മഞ്ഞളോ ദാനം ചെയ്യുക. ഏകാദശിയിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും പ്രസാദിക്കുകയും ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുകയും ചെയ്യുന്നു. എല്ലാ ഏകാദശിയിലും വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്ക് സമ്പത്ത്, ബഹുമാനം, നല്ല ആരോഗ്യം, അറിവ്, സന്താന സന്തോഷം, കുടുംബ സന്തോഷം, ആഗ്രഹിച്ച ഫലങ്ങൾ എന്നിവ ലഭിക്കും. ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ പൂർവികർക്ക് സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കും.